വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു. ഇന്ത്യൻ ബേക്സ്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. കാളികാവ് അടക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ പിടിച്ച കടുവയ്ക്കായുള്ള തിരച്ചിൽ 21-ാം ദിവസവും തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കടുവയെ ആരും കണ്ടിട്ടില്ല. സൈലന്റ് വാലി കയറിയെന്ന് സംശയം. ഇന്ന് 150 അംഗ സംഘം തിരച്ചിൽ നടത്തുന്നു. പതിനഞ്ച് ദിവസം വരെ പലയിടങ്ങളിലായി കണ്ടെങ്കിലും 5 ദിവസമായി കടുവയുടെ സാന്നിധ്യം മലവാരത്ത് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വ്യാപകമായ തെരച്ചിലാണ് വനവകുപ്പ് നടത്തിയത്. മുൻപ് സാന്നിധ്യം സ്ഥിരീകരിച്ച കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ തോട്ടം മേഖലയിൽ സർവ്വസജ്ജരായ 150 പേരാണ് തെരച്ചിൽ നടത്തിയത്. വയനാട്, പാലക്കാട്, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് തെരച്ചിലിൽ പങ്കെടുക്കാനുള്ളവർ ഇന്നലെ അടക്കാക്കുണ്ടിലെ ക്യാമ്പിലെത്തിയിരുന്നു. 10 പേർ വീതമുള്ള 15 സംഘങ്ങളായിട്ടാണ് വ്യാപക തെരച്ചിൽ നടത്തിയത്. 2 പഞ്ചായത്തുകളിലെ വിവിധ തോട്ടം മേഖലകളിലായി സ്ഥാപിച്ച 100-ലേറെ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം ഒരാഴ്ചയായി പതിഞ്ഞിട്ടില്ല. കടുവ തിരിഞ്ഞു നടക്കാതെ നേരെ മുന്നോട്ട് നീങ്ങുന്നതാണ് ക്യാമറയിൽ പെടാതെ പോകുന്നതെന്നാണ് അധികൃതരുടെ നിഗമനം. കടുവ മുന്നോട്ട് നീങ്ങി സൈലന്റ് വാലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. വൻ സന്നാഹത്തോടെ നടത്തുന്ന തെരച്ചിലിലും കടുവയെ കാണുകയോ പിടികൂടുകയോ ചെയ്തില്ലെങ്കിൽ ഭീഷണി തൽക്കാലം ഒഴിഞ്ഞതായി കണക്കാക്കി തെരച്ചിൽ നിർത്തിവെക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരക്കുണ്ട്.